മനുഷ്യമക്കളോടുള്ള സ്നേഹത്താൽ കത്തിജ്വലിക്കുന്ന ഹൃദയം, ഈശോയുടെ തിരുഹൃദയം. ഈ തിരുഹൃദയത്തിൻ്റെ ദീപ്ത സ്മരണയിലാണ് ജൂൺ മാസത്തിൽ നാം ആയിരിക്കുക. ദൈവസ്നേഹത്തിൻ്റെ പൂർണ്ണതയായ ഈശോയുടെ തിരുഹൃദയത്തിന് ചാരെ നമുക്ക് അല്പസമയം ധ്യാന നിർലീനരാകാം. പരമതിരസ്കരണത്തിലൂടെ, പരമപീഡനങ്ങളിലൂടെ, നഗ്നമാക്കപ്പെട്ടതിലൂടെ, ഹൃദയം പിളർക്കപ്പെട്ടതിലൂടെ ആർക്കും തോൽപ്പിക്കാനാവാത്ത സ്നേഹമായി അവിടുന്ന് ഉയർന്നു. താൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അവിടുത്തെ കാരുണ്യം ദിവ്യകാരുണ്യമായി. ആ ഹൃദയത്തിലേക്ക് വീണ കുന്തങ്ങളും മുള്ളുകളും ആണികളുമെല്ലാം സ്നേഹജ്വാലയായി പരിണമിച്ചു. ഹൃദയം പിളർക്കപ്പെടുന്തോറും ആ സ്നേഹം വിരിയുകയായി. ഇതാണ് ഈശോയുടെ തിരുഹൃദയം. ഈ തിരുഹൃദയത്തിൽ നമുക്ക് അഭയം തേടാം. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ പറയുന്നത് പോലെ, അസ്തിത്വത്തിൻ്റെ പാർശ്വങ്ങളിലേക്ക് പോകാൻ ദൗത്യം നമ്മെ കൂടുതലായി വിളിക്കുന്തോറും കാരുണ്യവും സ്നേഹവും നിറഞ്ഞ ക്രിസ്തുവിൻ്റെ ഹൃദയത്തിൽ നമ്മുടെ ഹൃദയങ്ങളെ ഗാഢമായി ഐക്യപ്പെടുത്താൻ നമുക്ക് ശ്രമിക്കാം. അതിനായി ക്രിസ്തുവുമായുള്ള വ്യക്തിപരമായ നവീകരിച്ചൊരു കണ്ടുമുട്ടലിനു വേണ്ടി കുറഞ്ഞ പക്ഷം അവിടുന്ന് നമ്മെ കണ്ടെത്തുന്നതിനായി സ്വയം തുറന്നു കൊടുക്കാൻ നമുക്ക് പരിശ്രമിക്കാം. അതിനായി അവിടുത്തെ ലക്ഷ്യങ്ങളിലേക്ക് ക്ലേശപൂർവം മുന്നേറാം. ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ തിരുമുറിവിൽ മറഞ്ഞിരുന്ന സായുജ്യം നേടി ആ മധുരോദാരമായ രക്ഷാപേടകത്തിലേക്ക് അനേകരെ ആകർഷിക്കാൻ നമുക്കിടയാകട്ടെ. നന്ദി. തിരുഹൃദയം പകരും സ്നേഹം ഞങ്ങളിലെന്നും ചൊരിയണമേ. നിൻ തിരുമുറിവിനാൽ ഞങ്ങളെ എന്നും മാറോടു ചേർക്കണമേ.